Hi everyone, Assalamu alaikum. Hope you all are doing great. And ഞാൻ ഇവിടെ സുഖായിരിക്കുന്നു. എല്ലാവർക്കും സുഖാണ് ട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ ആണ്. ഞാൻ എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ ബിൽഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4 വർഷമായിട്ടുണ്ട് ട്ടോ. എനിക്ക് കുറേ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സും സെറംസും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. So, welcome back to a brand new episode of Taslikab's YouTube channel. അപ്പോൾ സ്കിൻ കെയറിങ്ങിൽ ഞാൻ ഫസ്റ്റിൽ തന്നെ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രഷിങ്ങും ഫേസ് വാഷിങ്ങും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു കാര്യം ഇതുപോലെ ഒരു കപ്പിൽ ഐസ് വാട്ടർ എടുക്കും. ഈ ഐസ് വാട്ടർ കൊണ്ട് ഫേസ് വാഷ് ചെയ്യട്ടാം. ഐസ് വാട്ടർ ഫേസിൽ യൂസ് ചെയ്യുന്നത് എത്രയോ ബെനിഫിറ്റ്സ് ഉള്ള കാര്യമാണ് നമുക്ക് അറിയുന്നതാണ്. ഐസ് ക്യൂബ്സ് വെച്ചിട്ട് മസാജ് ചെയ്യുന്നതൊക്കെ ഫേസിന് നല്ലതാട്ടോ. ഡെയിലി വൺസ് നമ്മൾ ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ രാവിലെ ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലുള്ള പഫിനെസ് ഒക്കെ കുറഞ്ഞു കിട്ടും. നമ്മൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് എണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫേസ് ഒക്കെ ഇങ്ങനെ വീർത്തിരിക്കുന്ന പോലെ ഉണ്ടാവും. കണ്ണിന്റെ സൈഡൊക്കെ ഫുള്ള് വീർത്ത പോലെ ഉണ്ടാവും. അപ്പൊ പഫിനെസ് ഒക്കെ കുറയ്ക്കാനും അതുപോലെ തന്നെ ഒരു ബെസ്റ്റ് ആന്റി ഏജിങ് സംഭവമാണ് ഇതുപോലത്തെ ഐസ് വാട്ടറിൽ ഫേസ് ഡിപ്പ് ചെയ്തിട്ട് ഒരു 1-2 സെക്കൻഡ് വെക്കുന്നതും അതുപോലെ തന്നെ ഐസ് വാട്ടറിൽ ഫേസ് വാഷ് ചെയ്യുന്നതൊക്കെ ഒരു ആന്റി ഏജിങ് മെത്തേഡ് ആണെന്ന് ഒരുപാട് പേര് പറഞ്ഞത് കേട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ഐസ് ക്യൂബ്സ് കൊണ്ട് റബ്ബ് ചെയ്യല്. പക്ഷെ എനിക്ക് ഐസ് ക്യൂബ്സ് കൊണ്ട് റബ്ബ് ചെയ്യലത് എന്തോ രാവിലെ ഭയങ്കര ഇറിറ്റേഷൻ ആണ്. പക്ഷെ നമ്മൾ നോർമൽ വാട്ടർ കൊണ്ട് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഐസ് വാട്ടർ കൊണ്ട് ഒന്നുകൂടി ഫേസ് വാഷ് ചെയ്യുമ്പോൾ അത്ര ഒരു ബുദ്ധിമുട്ട് തോന്നില്ല. കാരണം രാവിലെ തന്നെ ഇത്രയും തണുപ്പ് ഫേസിൽ തട്ടുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ആട്ടോ എനിക്ക്. അപ്പോൾ ഇതുപോലെ ഒരു കപ്പ് ഐസ് വാട്ടർ കൊണ്ടാണ് ഫേസ് വാഷ് ചെയ്യല് ഫസ്റ്റ്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. ഇതൊരു റൈസ് വാട്ടർ ടോണർ ആട്ടോ. ഒരുപാട് റിവ്യൂസ് കണ്ടിട്ട് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ്. ഇതിപ്പോ ഏകദേശം ഒരു മന്ത് ആവാനായിട്ടോ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. ഇതൊരു കൊറിയൻ ബ്രാൻഡാണ്. അപ്പൊ നമ്മൾ ഫേസ് വാഷ് കഴിഞ്ഞിട്ട് ഫസ്റ്റിൽ തന്നെ ഒരു ടോണർ യൂസ് ചെയ്യുന്നത് നല്ലതാവും. മോർണിംഗ് സ്കിൻ കെയറിൽ ടോണർ യൂസ് ചെയ്യുന്ന നല്ലതാവട്ടെ. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ റൈസ് വാട്ടർ ടോണർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നോർമലി നമ്മൾക്ക് മാർക്കറ്റിലൊക്കെ കിട്ടുന്ന റോസ് വാട്ടർ ഇല്ലേ, അതും ടോണറായിട്ട് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ നമ്മുടെ സ്കിൻ കെയറിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ടോണർ എന്നുള്ളത്. നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ടോണർ. ഇത് നല്ല എഫക്റ്റ് ഉണ്ട് കേട്ടോ എനിക്ക് റൈസ് വാട്ടർ ടോണർ യൂസ് ചെയ്തിട്ട്. നാട്ടിൽ ഇതിന് തന്നെ വേറെയും കുറെ ബ്രാൻഡ്സ് ഒക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ഇപ്പം ഇത് ഇമ്പോർട്ടഡ് ആണ്, ഇമ്പോർട്ടഡ് ഫ്രം കൊറിയ ആണ് കേട്ടോ. ഇതിന്റെ പേര് ഐ എം ഫ്രം റൈസ് ടോണർ. റൈസ് ടോണർ. പിന്നെ ഒരു കൊറിയൻ നെയിമാണ് എഴുതിയിരിക്കുന്നത്. ഇത് ഒരുപാട് പേരെ റിവ്യൂസ് കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ശരിക്കും ഈ ടോണർ ചിലർ യൂസ് ചെയ്യുന്നത് കോട്ടൺ പാഡിൽ ചെയ്തിട്ടാണ്, കോട്ടൺ പാഡിൽ ആക്കിയിട്ടാണ്. പക്ഷെ ഞാൻ കോട്ടൺ പാഡിലാക്കില്ല, അത്രയും നമുക്ക് വേസ്റ്റ് ആവുകയല്ലേ ചെയ്യുക. അപ്പൊ ഞാൻ ഇതുപോലെ ഹാൻഡ് വാഷ് ചെയ്തതിന് ശേഷം ഹാൻഡിലേക്ക് കുറച്ച് ഇതുപോലെ എടുക്കും. എന്നിട്ട് റബ്ബ് ചെയ്ത് എപ്പോഴും ടാപ്പ് ചെയ്തിട്ടാട്ടോ ഇങ്ങനെ ടോണേഴ്സും സെറംസും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഒരു 2-3 മിനിറ്റ് നമ്മൾ ഇതിങ്ങനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം കൊടുക്കണം. ഓക്കെ, ഇത്ര മതി കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നോണ്ടാട്ടോ സ്കാർഫ് ഇട്ടിട്ടൊക്കെ ചെയ്യുന്നത്. കാരണം വീഡിയോസിൽ നമുക്ക് അതിനെ കാണിക്കാൻ പറ്റില്ല കേട്ടോ. നോർമലി നമ്മൾ ചെയ്യുമ്പോൾ സ്കാർഫ് ഒന്നും യൂസ് ചെയ്യില്ല. അപ്പൊ ഞാൻ നെക്കിലും കൂടി ഇത് ചെയ്യലുണ്ട് കേട്ടോ. എന്ത് ഫേസിൽ യൂസ് ചെയ്യുന്നോ അതൊക്കെ നെക്കിലും കൂടി നമ്മൾ ചെയ്യണം. സ്കിൻ കെയർ ഹാബിറ്റ് നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ ആദ്യമേ തന്നെ ഒരുപാട് വലിയ ബ്രാൻഡ്സിന്റെ സംഭവങ്ങൾ വാങ്ങണമെന്നില്ല. നമ്മൾ ഇതൊരു ഹാബിറ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോരാ. നിങ്ങൾക്ക് ഗ്രാജുവലി നിങ്ങളുടെ പ്രൊഡക്ട്സ് ഒക്കെ മാറ്റാവുന്നതാണ്. അപ്പൊ റൈസ് വാട്ടർ ടോണർ അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ കിട്ടുന്ന റോസ് വാട്ടർ വെച്ചിട്ടും നിങ്ങൾക്ക് ഫസ്റ്റിലൊന്ന് ഫേസ് ടോൺ ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സെറാണ്.
അപ്പോൾ സെറംസ് യൂസ് ചെയ്യാത്തവരാണ്, ഇനി സെറംസ് യൂസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ സ്കിന്നിന്റെ ടൈപ്പ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന്റെ ടൈപ്പും നിങ്ങളുടെ പ്രോബ്ലംസും അനുസരിച്ചാണ് നിങ്ങൾ ഒരു സെറം സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പൊ ബിഗിനേഴ്സ് ആണെന്നുണ്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെറത്തിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി സെറം ബെസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഹൈലറോണിക് ആസിഡ് സെറം ബെസ്റ്റ് ആണ്. പിന്നെ നയാസിനമൈഡും നല്ലതാണ്. അപ്പൊ ഈ വൈറ്റമിൻ സി സെറം ഒക്കെ ഡെയിലി നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് നല്ല ബെനിഫിറ്റ് ആട്ടോ, സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാനൊക്കെ നല്ലൊരു ബെനിഫിറ്റ് ഉള്ള സംഭവമാണ്. പിന്നെ നിങ്ങളുടെ സ്കിന്ന് കുറച്ച് ആക്നി ഉള്ളതാണ്, സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യണം. അതിനുശേഷമാണ് നിങ്ങൾ സെറംസ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. കാരണം നിങ്ങളുടെ സ്കിന്നിൽ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഏത് സെറമാണ് യൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ അല്ല. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റ് പറയുന്നതിനനുസരിച്ചാണ് നിങ്ങളുടെ സ്കിന്നിൽ ഏതൊരു സംഭവവും യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്തവരാണ്, നോർമൽ സ്കിൻ ടൈപ്പ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ സി സെറം വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നയാസിനമൈഡ്, ഹൈലറോണിക് ആസിഡ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ എന്റെ കേസിൽ ഞാൻ 4 വർഷമായിട്ട് ഇപ്പോ സെറംസ് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് വൈറ്റമിൻ സിയും നയാസിനമൈഡ് സെറാണ്. വൈറ്റമിൻ സി രാവിലെ യൂസ് ചെയ്യണമെങ്കിൽ നയാസിനമൈഡ് ഞാൻ ഈവനിങ് യൂസ് ചെയ്യും. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഞാൻ കുറെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് കേട്ടോ എന്റെ സ്കിൻ കെയറിങ്ങിലൊക്കെ. കാരണം എന്റെ ഫേസ് അതിനോട് യൂസ്ഡ് ആയിരിക്കുന്നു. അപ്പോൾ എനിക്ക് സെറംസ് ഞാൻ കൂടുതലായിട്ട് അന്വേഷിച്ച് അതിനനുസരിച്ച് സെറംസിൽ ഡിഫറൻസ് വരുത്തിയിട്ടുണ്ട്. റെറ്റിനോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റെറ്റിനോൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂട്ടോ, ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അതെങ്ങനെയാന്നുള്ളത്. അപ്പൊ നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നത് വൈറ്റമിൻ സി സെറാട്ടോ മോർണിംഗിൽ യൂസ് ചെയ്യുന്നത്. ഇത് ഓർഡിനറി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ വൈറ്റമിൻ സി സെറാണ്. സോ ഈ ഒരു സെറാട്ടോ ഞാൻ മോർണിംഗ് റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യല്. അപ്പൊ ഇത് ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്യല്. ഒരു ദിവസം വൈറ്റമിൻ സി ആണെങ്കിൽ നെക്സ്റ്റ് ഡേ ഞാൻ നയാസിനമൈഡ് യൂസ് ചെയ്യും. ഇതിന്റെ തന്നെ ഓർഡിനറി തന്നെ നയാസിനമൈഡും യൂസ് ചെയ്യലുണ്ട് കേട്ടോ. പക്ഷെ വൈറ്റമിൻ സി ആണ് കണ്ടിന്യൂസ് യൂസ് ചെയ്യണമെങ്കിൽ അതും കുഴപ്പമില്ല കേട്ടോ. അത് നല്ല ഒരു ബ്രൈറ്റനിങ് എഫക്ട് തരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഓർഡിനറിയുടെ ഒരു നല്ല പ്രൊഡക്റ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് നാട്ടിൽ അവൈലബിൾ അല്ലെങ്കിൽ ഡെർമാകോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെയും സെറംസ് ഉണ്ട്. ഞാൻ നാട്ടിലുള്ളപ്പോ സ്റ്റാർട്ട് ചെയ്ത ടൈമിലൊക്കെ ഞാൻ ആ ഒരു സെറംസ് വെച്ചിട്ടാട്ടോ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഓർഡിനറി ബ്രാൻഡിന്റെ യൂസ് ചെയ്ത് തുടങ്ങിയത്. സംഭവം അതും കുഴപ്പമില്ല. ഇത് കുറച്ചും കൂടി ഒരു ബ്രാൻഡ് കൂടിയൊരു സംഭവമാണ്. അപ്പോൾ ആ ഡെർമാകോ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റിന്റെ വാങ്ങിയാലും കുഴപ്പമില്ല. ഞാനത് യൂസ് ചെയ്ത് എനിക്ക് എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ടാണ് ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ ഇതൊന്നും പെയ്ഡ് പ്രൊമോഷൻസ് ഒന്നല്ല, ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് എഫക്റ്റ് ഉള്ള സാധനങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ഞാൻ ബ്യൂട്ടി വ്ളോഗർ ഒന്നല്ല കേട്ടോ, ഒരുപാട് ബ്രാൻഡ്സിന്റെ ചെയ്യാനൊന്നും. അത് കാരണം ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ പറയുള്ളൂ. ഇതിൽ നിന്ന് ഇത് ഞാൻ ഹാൻഡിലേക്ക് എടുത്തിട്ട് തന്നെ കേട്ടോ ചെയ്യുന്നത്. 2-3 ഡ്രോപ്പ് എടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി റബ്ബ് ചെയ്യുക. നമ്മുടെ ഹാൻഡൊക്കെ നമ്മൾ രാവിലെ തന്നെ വാഷ് ചെയ്താൽ നല്ല ക്ലീൻ ആവുമല്ലോ. അപ്പൊ ക്ലീൻ ഹാൻഡ്സ് യൂസ് ചെയ്തിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാൻ. ഇത് നന്നായി റബ്ബ് ചെയ്തതിനു ശേഷം ഇതുപോലെ ഫേസിൽ പരട്ടി കൊടുക്കണം. ഇത് കുറച്ചൊരു ഓയിലി ആയിട്ട് നിൽക്കുന്ന പോലെ തോന്നൂട്ടോ. പക്ഷെ ഇതൊരു 2-3 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാല് അത് നമ്മുടെ ഫേസ് തന്നെ എല്ലാം അബ്സോർബ് ചെയ്തെടുക്കും. ബാക്കിയുള്ളത് നമ്മളെ ഹാൻഡ്സിലേക്കൊക്കെ പരട്ടി കൊടുക്കാട്ടോ. നമ്മളെ നെക്സും അതുപോലെ തന്നെ ഹാൻഡ്സിലും ചെയ്യാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സെറം കഴിഞ്ഞു. ഇനി സെക്കൻഡ് ആയിട്ട് ഞാൻ ഒരു ഐ സെറം യൂസ് ചെയ്യലുണ്ട്. കാരണം എനിക്ക് ഡാർക്ക് സർക്കിൾസ് ഒരു ഇഷ്യൂ ആണ്. ഇതെനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ളതാട്ടോ. അങ്ങനെ പെട്ടെന്നൊന്നും പോകുന്ന സംഭവമല്ല. എനിക്ക് ചെറുപ്പം മുതലേ ഉള്ള ഒരു സംഭവമാണ്, ജനറ്റിക് ആണ്. അത് കാരണം തന്നെ ഇത് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോവലാണ് നടക്കുള്ളൂ. ഇത് ഫുള്ളായിട്ട് കളയാനൊന്നും നമുക്ക് പറ്റില്ല കേട്ടോ. അപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അതുപോലെ തന്നെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ കുറച്ച് കൺസീലർ ഒക്കെ യൂസ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അതൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയിരുന്നു എനിക്ക്. ഞാനൊരു 12th 11th 12th ഒക്കെ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ടൈമിൽ നമ്മൾ കൂടുതലായിട്ട് സ്കിന്നിനെ ഇങ്ങനെ കുറിച്ച് ചിന്തിക്കുന്ന ടൈമാണല്ലോ, ബ്രൈറ്റൻ ചെയ്യാനും അതിനൊക്കെ. അപ്പൊ ആ ടൈമിൽ എനിക്കിത് ഭയങ്കര ഒരു ഇഷ്യൂ ആയിട്ട് തോന്നിയിരുന്നു. ഒരുപാട് ഞാൻ സ്ട്രെസ് എടുത്തിരുന്നു, ഒരുപാട് ടെൻഷൻ ആയിരുന്നു.
അപ്പൊ ഡോക്ടർ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ടെൻഷൻ ആവേണ്ട കാര്യമല്ല, ഇത് ഹെറിഡിറ്ററി ആണ്, ജനറ്റിക് ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. അത് കാരണം ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കളയാൻ പറ്റില്ല, അത് മെയിൻറ്റെയിൻ ചെയ്തു പോവുക. പിന്നെ കൂടുതലായിട്ട് ടെൻഷൻ എടുക്കും തോറും അത് കൂടി വരാനുള്ള ചാൻസ് ഉള്ളൂ. ഇപ്പൊ പിന്നെ ഓക്കെ കേട്ടോ, നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് കൂടുതലായിട്ട് ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇതാണ് ഞാൻ ഐ സെറം ആയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ നിന്ന് ആകെ ഒരു ഡ്രോപ്പ് മാത്രമേ എടുക്കുള്ളൂ. ഒരു ഡ്രോപ്പ് ഞാൻ എൻ്റെ റിംഗ് ഫിംഗറിലേക്കാട്ടോ എടുക്കുന്നത്. അപ്പൊ ഐസിന്റെ ഏരിയാസ് ഭയങ്കര സെൻസിറ്റീവ് ആണ്, തിൻ ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പൊ നമ്മൾ എപ്പോഴും റിംഗ് ഫിംഗർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഐസിന്റെ ഏരിയാസ് മസാജ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഞാനിതൊന്ന് ഐസ് ഏരിയയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ അണ്ടർ ഐ ക്രീം കഴിഞ്ഞു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ അണ്ടർ ഐ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഐ ക്രീം, നല്ലൊരു റിവ്യൂ ഉള്ള ഐ ക്രീം യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇത് ഓർഡിനറിയുടെ ഒരു കഫെയിൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൊല്യൂഷൻ ആട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഞാനൊന്ന് കാണിച്ചു തരാം ക്ലിയർ ആയിട്ട്. സെറം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മോയ്സ്ചറൈസർ ആട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ സെറംസ് യൂസ് ചെയ്തതൊക്കെ നമ്മൾ ലോക്ക് ചെയ്ത് വെക്കണം. ഈ യൂസ് ചെയ്ത സെറംസ് ഒക്കെ സ്കിന്നിൽ ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിന് പുറത്തായിട്ട് ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. ഇത് ന്യൂട്രിഡെർമയുടെ ഒരു മോയ്സ്ചറൈസർ ആണ്. ഞാൻ മുന്നുള്ള വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഭയങ്കര കോമൺ ആണ് നമ്മുടെ നാട്ടിലൊക്കെ ഇത്. സോ ഈ ഒരു മോയ്സ്ചറൈസർ ആട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ സെറം ഒക്കെ നന്നായി സ്കിന്നിൽ ലോക്ക് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു മോയ്സ്ചറൈസർ, നിങ്ങൾ ഏത് മോയ്സ്ചറൈസർ യൂസ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങളെ സ്കിന്നിന് സ്യൂട്ട് ആകുന്ന, ഓയിലി സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് സ്യൂട്ട് ആകുന്ന ടൈപ്പിലുള്ള മോയ്സ്ചറൈസേഴ്സ് നമ്മൾ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു സംഭവം സൺസ്ക്രീൻ ആണ് കേട്ടോ. അപ്പോൾ മോർണിംഗ് സ്കിൻ കെയറിൽ എന്തായാലും സൺസ്ക്രീൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്, ഡെയിലി യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കിഡ്സിന്റെ സൺസ്ക്രീൻ ആട്ടോ. കാരണം ഞാൻ ഫ്ലാറ്റിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ അധികം സൺ എക്സ്പോഷർ ഒന്നുമില്ല. പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി SPF കൂടുതലുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യലുണ്ട്. ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ മാമ എർത്തിന്റെ, ഇത് അസബേബിക്കും കൂടി യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാട്ടോ. ഇതാകെ SPF 20+ ഉള്ളൂ കേട്ടോ. പക്ഷെ ഇത് ഞാൻ സൺ എക്സ്പോഷർ കുറവായത് കാരണമാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ വീടിന്റെ ഉള്ളിൽ നിൽക്കുകയല്ലേ, പക്ഷെ എന്തെന്നായാലും നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത് മസ്റ്റ് ആണ്. നമ്മൾ ഒരുപാട് കുക്കിംഗ് ചെയ്യുമ്പോഴൊക്കെ ഹീറ്റൊക്കെ ഫേസിൽ കാവലുണ്ട്, നമ്മൾ സെറംസ് യൂസ് ചെയ്യുന്നതാണ്. അത് കാരണം തന്നെ സൺസ്ക്രീൻ മസ്റ്റ് ആയതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് നല്ലൊരു സൺസ്ക്രീൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചെറിയൊരു വൈറ്റ് കളർ കൂടുതലാണ്, എന്നാലും നമുക്ക് യൂസ് ചെയ്യാൻ നല്ല എഫക്റ്റ് ആട്ടോ ഇത്. സോ ഇതിന് മുകളിലായിട്ട് ഞാൻ സൺസ്ക്രീൻ കൂടി കൊടുക്കുന്നുണ്ട്. ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു വൈറ്റ് ലെയർ പോലെ ഉണ്ടാവും കേട്ടോ. പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ആ വൈറ്റ് ലെയർ പോവും. സോ സൺസ്ക്രീൻ പറ്റി ഇത്രയുള്ള നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ കേട്ടോ. ഇനി ഞാൻ ലിപ് ബാം നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണ് ബീട്രൂട്ട് ലിപ് ബാമിനെ പറ്റിയിട്ട്. അപ്പോൾ ലിപ് ബാം ഞാൻ ബീട്രൂട്ട് ലിപ് ബാം തന്നെയാണ് വീട്ടിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഒക്കെ യൂസ് ചെയ്യല്. പുറത്ത് പോകുമ്പോൾ വേറെ ലിപ് ബാംസ് യൂസ് ചെയ്യലുണ്ട് കേട്ടോ, ഇല്ലാന്നൊന്നും പറയുന്നില്ല. പക്ഷെ വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ ഈ ബീട്രൂട്ട് ലിപ് ബാം തന്നെയായിട്ട് യൂസ് ചെയ്യല്. അത് നല്ല റിസൾട്ട് ഉള്ള ഒരു സംഭവമാണ്. അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കുന്ന വീഡിയോ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കട്ടോ. എന്നിട്ട് ഉണ്ടാക്കിയിട്ട് എന്തായാലും ഒന്ന് റിസൾട്ട് കൂടി പറയണേ, കാരണം എനിക്ക് നല്ല എഫക്ട് തോന്നിയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ബീട്രൂട്ട് ലിപ് ബാം. ഇത് ഞാൻ ഫ്രിഡ്ജിലാട്ടോ സ്റ്റോർ ചെയ്ത് വെക്കില്ല. അപ്പൊ കുറെ പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് പുറത്ത് വെക്കാൻ പറ്റും എന്നുള്ളത്. പുറത്ത് വെക്കാൻ പറ്റും, പക്ഷെ ഒരുപാട് കാലം നമ്മൾ യൂസ് ചെയ്യുന്നതല്ലേ. ലിപ് ബാം ചെറിയ ക്വാണ്ടിറ്റി എടുക്കുള്ളൂ. മാക്സിമം നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത്. കാരണം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാം. പുറത്ത് ഒരാഴ്ച വെക്കുമ്പോഴേക്കും അത് സ്മെല്ലൊക്കെ മാറി വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ലല്ലോ. അത് കാരണം പുറത്ത് വെച്ചാൽ കേടാവും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ.
ഓക്കെ, അപ്പൊ നമ്മൾ ലിപ് ബാം ഇട്ട് കഴിഞ്ഞു. ഏത് ലിപ് ബാം വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ വാസ്ലിൻ യൂസ് ചെയ്യണമെന്നല്ല കേട്ടോ. ലിപ് ബാം എന്തായാലും നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് നമ്മുടെ സ്കിൻ കെയറിൽ. കാരണം നമ്മുടെ ഈ ലിപ്സിൽ ഇങ്ങനെ സ്കിന്ന് പീൽ ഓഫ് ചെയ്ത് പോകുന്ന ആ സംഭവമൊക്കെ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ലിപ് ബാം യൂസ് ചെയ്യണത് നല്ലതാണ്. അതുപോലെ തന്നെ ലിപ്സ് സ്ക്രബ് ചെയ്യുന്നതും ആഴ്ചയിൽ 1 or 2 ലിപ്സ് സ്ക്രബ് ചെയ്യുന്നതും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും പ്രൊഡക്ട്സ് ആണ് ഞാൻ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യല്. ഒരു ഫേസ് വാഷ്, പിന്നെ ടോണർ, ഒരു സെറം, മോയ്സ്ചറൈസർ ആൻഡ് ലിപ് ബാം. ഇത്രയും പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഒരു സ്കിന്ന് അത്യാവശ്യം ഹെൽത്തി ആയിട്ട് നമുക്ക് കെയർ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മൾ പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീനും യൂസ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. വീടിനുള്ളിലാണെങ്കിൽ SPF കുറവുള്ള ഏതെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ സെറംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ സൺസ്ക്രീൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക. ഇൻഷാല്ലാ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. Until then, take care. Bye bye.